അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചോദ്യത്തോടെ ഞാൻ ഈ സംസാരം തുടങ്ങട്ടെ. നിങ്ങളുടെ ജീവിതം പാടെ മാറ്റിമറിക്കാൻ പോകുന്ന 10 രാത്രികൾ നിങ്ങളുടെ മുന്നിലുണ്ടെന്ന് ഒരാൾ വന്നു പറഞ്ഞാൽ നിങ്ങളതെങ്ങനെ സ്വീകരിക്കും? വെറുമൊരു 10 ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഭൂതകാലത്തെ എല്ലാ പാവങ്ങളും കഴുകിക്കളയാനും വരാനിരിക്കുന്ന ഭാവി അനുഗ്രഹപൂർണമാക്കാനും സാധിക്കുമെന്ന് ഉറപ്പായാൽ നമ്മൾ എത്രത്തോളം ജാഗ്രതയുള്ളവരാകും? അതെ, ആ 10 രാത്രികളിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. പരിശുദ്ധ റമളാനിലെ അവസാനത്തെ 10. ഈ 10 രാത്രികളെക്കുറിച്ച് പറയുമ്പോൾ എന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത വിറയലുണ്ട്, ഒപ്പം വലിയൊരു പ്രതീക്ഷയും. കാരണം ഇത് വെറുമൊരു സമയമല്ല, ഇതൊരു ലൈഫ് ചേഞ്ചിങ് നിമിഷമാണ്. നമ്മുടെ പ്രിയപ്പെട്ട നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസങ്ങളെ എങ്ങനെയാണ് സ്വീകരിച്ചിരുന്നത് എന്നറിയാമോ? ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്ത ഒരു ഹദീസുണ്ട്. റമളാനിലെ അവസാനത്തെ 10 പ്രവേശിച്ചാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അര മുറുക്കി ഉടുക്കുകയായിരുന്നു. ഇബാദത്തുകൾക്കായി കഠിനമായി പരിശ്രമിക്കും. രാത്രിയിൽ അദ്ദേഹം ഉറങ്ങാതെ ഇരിക്കുകയും തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തുകയും ചെയ്യുമായിരുന്നു. ബുഖാരി, മുസ്ലിം. ചിന്തിച്ചു നോക്കൂ, ലോകർക്ക് മുഴുവൻ മാതൃകയായ അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദൂതൻ, തന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട പ്രവാചകൻ, അവിടുന്ന് പോലും ഈ 10 രാത്രികൾക്കായി ഉറക്കമൊഴിച്ചിരുന്നുവെങ്കിൽ പാപക്കറകളിൽ മുങ്ങി നിൽക്കുന്ന നമ്മൾ എത്രത്തോളം പരിശ്രമിക്കേണ്ടതുണ്ട്? ഈ അവസാനത്തെ 10 രാത്രികൾ ഒരു ഓട്ടമത്സരത്തിന്റെ ഫിനിഷിംഗ് ലൈൻ പോലെയാണ്. ആദ്യത്തെ 20 ദിവസങ്ങളിൽ നമുക്ക് ചിലപ്പോൾ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടാകാം. ചിലപ്പോൾ നോമ്പ് നോൽക്കുമ്പോഴോ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴോ നമ്മുടെ മനസ്സ് എവിടെയൊക്കെയോ അലഞ്ഞു നടന്നിട്ടുണ്ടാകാം. എന്നാൽ വിഷമിക്കേണ്ട, അല്ലാഹു നമുക്ക് മുന്നിൽ ഒരു ബോണസ് ഓഫർ വെച്ചിരിക്കുകയാണ്. അവസാനത്തെ ഈ 10 രാത്രികൾ നിങ്ങൾ കൃത്യമായി വിനിയോഗിച്ചാൽ നിങ്ങളുടെ മുമ്പത്തെ കുറവുകളെല്ലാം പരിഹരിക്കപ്പെടും. ഇതൊരു കഥയല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ 10 രാത്രികളിൽ ഒന്നിലൊളിഞ്ഞിരിക്കുന്ന ഒരു രാത്രിയുണ്ട്, ലൈലത്തുൽ ഖദ്ർ. അല്ലാഹു ഖുർആനിൽ പറയുന്നു, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ലൈലത്തുൽ ഖദ്ർ 1000 മാസത്തേക്കാൾ ഉത്തമമാകുന്നു. സൂറ അൽ ഖദ്ർ 3. 1000 മാസങ്ങൾ എന്നാൽ ഏകദേശം 83 വർഷങ്ങൾ. അതായത് ഒറ്റ രാത്രി നിങ്ങൾ ചെയ്യുന്ന ആരാധന ഒരു ശരാശരി മനുഷ്യന്റെ ആയുസ്സ് മുഴുവൻ ചെയ്യുന്ന ആരാധനയേക്കാൾ പ്രതിഫലമുള്ളതാണ്. സഹോദരങ്ങളെ, ഇത് നഷ്ടപ്പെടുത്താൻ നമുക്ക് കഴിയുമോ? നമുക്ക് ചുറ്റുമുള്ള ലോകം നോക്കൂ. എല്ലാവരും തിരക്കിലാണ്. പെരുന്നാളിന് പുതിയ വസ്ത്രങ്ങൾ വാങ്ങാനും വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒരുക്കാനുമുള്ള തിരക്കിലാണ് നമ്മളിൽ പലരും. എന്നാൽ യഥാർത്ഥ വിജയികൾ ഈ 10 രാത്രികളിൽ അല്ലാഹുവിന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നവരാണ്. നമ്മുടെ മുൻഗാമികൾ ഈ രാത്രികളെ എത്രമാത്രം ഗൗരവത്തോടെയാണ് കണ്ടിരുന്നത് എന്ന് നോക്കാം. അവർ ഈ രാത്രികളിൽ സുഗന്ധം പൂശുകയും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിക്കുകയും അല്ലാഹുവിനെ കാണാൻ പോകുന്ന ഒരതിഥിയെപ്പോലെ സ്വയം ഒരുങ്ങുകയും ചെയ്യുമായിരുന്നു. കാരണം അവർക്കറിയാം, ഇത് അല്ലാഹുവിന്റെ ഖജനാവ് തുറക്കപ്പെടുന്ന സമയമാണെന്ന്. നിങ്ങൾ ഇന്ന് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം. ഒരുപക്ഷേ സാമ്പത്തികമായ തകർച്ച, അല്ലെങ്കിൽ മാറാത്ത രോഗങ്ങൾ, അതുമല്ലെങ്കിൽ കുടുംബത്തിലെ അസ്വസ്ഥതകൾ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, എന്റെ പ്രാർത്ഥനകൾക്ക് എന്നാണ് ഉത്തരം ലഭിക്കുക എന്ന്. ഇതാ, ആ സമയമെത്തിയിരിക്കുന്നു. കണ്ണീരോടെ അല്ലാഹുവിലേക്ക് കൈകളുയർത്താൻ ഇതിലും നല്ലൊരവസരം വേറെയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, ലൈലത്തുൽ ഖദർ ഏത് രാത്രിയാണെന്ന് എനിക്ക് മനസ്സിലായാൽ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചുകൊടുത്ത ആ ലളിതമായ എന്നാൽ അതിശക്തമായ പ്രാർത്ഥന നമ്മൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങണം. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകുന്നത് നീ ഇഷ്ടപ്പെടുന്നു, അതിനാൽ നീ എനിക്ക് മാപ്പ് നൽകണമേ. നമുക്ക് വേണ്ടത് അല്ലാഹുവിന്റെ മാപ്പാണ്, അഫ്. പാപങ്ങൾ അല്ലാഹു മായ്ച്ചു കളഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ടാകില്ല. ഈ ആദ്യ ഭാഗത്ത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതൊന്നേയുള്ളൂ, ഉറങ്ങാനുള്ള സമയമല്ല ഇത്, ഉണർന്ന് പ്രവർത്തിക്കാനുള്ള സമയമാണ്. ഇത് അവസാന 10 അല്ലാഹുവിന്റെ റഹ്മത്തും മഗ്ഫിറത്തും വർഷിക്കുന്ന 10 ദിനങ്ങൾ. സഹോദരങ്ങളെ, റമദാനിലെ ഈ അവസാന 10 ദിവസങ്ങളിൽ ഏറ്റവും മനോഹരമായ ഒരു ആരാധനയുണ്ട്, എഴ്ത്തിക്കാഫ്. പള്ളിയിൽ അല്ലാഹുവിനു വേണ്ടി മാത്രമായി ഒഴിഞ്ഞിരിക്കുക. പുറംലോകത്തെ ബഹളങ്ങളിൽ നിന്ന്, ഫോൺ കോളുകളിൽ നിന്ന്, സോഷ്യൽ മീഡിയയിലെ നോട്ടിഫിക്കേഷനുകളിൽ നിന്ന്, ബിസിനസ് തിരക്കുകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നുകൊണ്ട്
തന്റെ സ്രഷ്ടാവുമായി മാത്രം സംവദിക്കുന്ന കുറച്ച് ദിനരാത്രങ്ങൾ. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ റമളാനിലും അവസാനത്തെ 10 ദിവസം എഴുത്തികാഫ് ഇരിക്കുമായിരുന്നു. എന്തുകൊണ്ടായിരിക്കും അവിടുന്നിത് ചെയ്തത്? അല്ലാഹുവിനെ കാണാൻ പോകുന്നൊരാൾക്കു വേണ്ടുന്ന ആത്മീയ തയ്യാറെടുപ്പായിരുന്നു അത്. ലോകം മുഴുവൻ തന്റെ കാൽക്കീഴിലുണ്ടായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ ഒരു മൂലയിൽ അല്ലാഹുവിന്റെ തൃപ്തി തേടിയിരുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ എപ്പോഴും കണക്റ്റഡാണ്. പക്ഷേ ആരോടാണ് നമ്മൾ കൂടുതൽ അടുക്കുന്നത്? ലോകത്തോടോ അതോ അല്ലാഹുവിനോടോ? റമദാൻ അവസാനിക്കാറാവുമ്പോൾ നമ്മൾ പെരുന്നാൾ തിരക്കുകളിലേക്ക് ഊളിയിടുന്നു. വസ്ത്രം വാങ്ങാൻ മണിക്കൂറുകൾ ഷോപ്പിംഗ് മാളുകളിൽ ചെലവഴിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ മുറിക്കേണ്ടത് ദുനിയാവുമായുള്ള ബന്ധമാണ്, ചേർത്തുവെക്കേണ്ടത് ആഖിറത്തോടുള്ള ബന്ധമാണ്. ഇക്കാര്യം മനസ്സിലാക്കാൻ നമുക്ക് ഖുർആനിലെ ഒരു ചരിത്രം നോക്കാം. സൂറത്തുൽ കഹഫിലെ യുവാക്കളുടെ കഥ, അസ്ഹാബുൽ കഹഫ്. അവർ തങ്ങളുടെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഗുഹയിലേക്ക് ഓടിപ്പോയി. ആ ഗുഹ അവർക്ക് ഒരു ഇടുങ്ങിയ സ്ഥലമായിരുന്നില്ല, മറിച്ച് അല്ലാഹുവിന്റെ റഹമത്ത് വർഷിക്കുന്ന വിശാലമായൊരിടമായിരുന്നു. ഖുർആൻ പറയുന്നു, ഫഊ ഇലൽ കഹ്ഫി യൻഷുർ ലക്കും റബ്ബുക്കും മിൻ റഹ്മതിഹ്. നിങ്ങളാ ഗുഹയിൽ അഭയം പ്രാപിക്കുക. നിങ്ങളുടെ രക്ഷിതാവ് അവന്റെ കാരുണ്യം നിങ്ങൾക്ക് വിശാലമാക്കി തരും. സൂറത്തുൽ കഹഫ് 16. എഴുത്തികാഫ് എന്നത് ഈ കാലഘട്ടത്തിലെ നമ്മുടെ ഗുഹയാണ്. പള്ളിയിലിരിക്കാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാർ. എന്നാൽ ജോലിത്തിരക്കോ മറ്റു സാഹചര്യങ്ങളോ കാരണം പള്ളിയിലിരിക്കാൻ കഴിയാത്തവരോ? അവർ നിരാശപ്പെടേണ്ടതില്ല. നിങ്ങളുടെ വീടുകളിൽ രാത്രിയുടെ നിശബ്ദതയിൽ ഒരു മുറിയിൽ കുറച്ചു സമയം ഒറ്റയ്ക്കിരിക്കൂ. ലോകത്തോടുള്ള എല്ലാ വാതിലുകളും അടച്ച് അല്ലാഹുവിനോട് സംസാരിക്കൂ. ചിന്തിച്ചു നോക്കൂ, യൂനുസ് നബി അലൈഹിസലാം മത്സ്യത്തിന്റെ വയറ്റിൽ കഴിഞ്ഞ ആ നിമിഷങ്ങൾ. ചുറ്റും ഇരുട്ടാണ്. കടലിന്റെ ആഴങ്ങളിൽ ആർക്കും കേൾക്കാൻ കഴിയാത്ത ഒരിടത്താണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം അല്ലാഹുവിനെ വിളിച്ചു, ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. നീയല്ലാതെ യാതൊരു ഇലാഹുമില്ല, നീ എത്ര പരിശുദ്ധൻ, തീർച്ചയായും ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോയിരിക്കുന്നു. സൂറത്തുൽ അൻബിയാ 87. മത്സ്യത്തിന്റെ വയറ്റിലിരുന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ എഅ്തികാഫ് അല്ലാഹു സ്വീകരിച്ചു. അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിലെ സങ്കടങ്ങളുടെ ഇരുട്ടിൽ നിന്ന് അല്ലാഹുവിനെ വിളിക്കാനുള്ള അവസരമാണിത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം. ആരോടും പറയാൻ കഴിയാത്ത രഹസ്യങ്ങൾ നമുക്കുണ്ടാകാം. ഈ 10 രാത്രികളിൽ നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ കരയുക. റബ്ബേ, ലോകം എന്നെ ഒരു നല്ല മനുഷ്യനായി കാണുന്നുണ്ടാകാം, പക്ഷെ എന്റെ യഥാർത്ഥ അവസ്ഥ നിനക്കറിയാം, എന്നോട് നീ പൊറുക്കേണമേ എന്ന് പറയുക. അല്ലാഹുവിന്റെ റഹമത്തിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ അല്ലാഹുവിലേക്ക് ഒരടി അടുത്താൽ അല്ലാഹു അവനിലേക്ക് ഒരു മുഴമടുക്കും. അവൻ അല്ലാഹുവിലേക്ക് നടന്നുവന്നാൽ അല്ലാഹു അവനിലേക്ക് ഊടിവരും. സഹോദരങ്ങളെ, അല്ലാഹു നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഈ 10 രാത്രികൾ അവസാനിക്കുന്നതിനു മുൻപ് നിങ്ങളുടെ പേര് നരകത്തിൽ നിന്നു മോചിപ്പിക്കപ്പെട്ടവരുടെ പട്ടികയിൽ ചേർക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? റമദാനിന്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ അശ്രദ്ധമായി കളഞ്ഞുവെങ്കിൽ ഇതാ ബാക്കിയുള്ള കുറച്ചു മണിക്കൂറുകൾ. ഇത് വിലപ്പെട്ടതാണ്. ഒരു നിമിഷം പോലും വെറുതെ കളയാനില്ല. ഓർക്കുക, ഈ റമദാൻ നമ്മുടെ അവസാനത്തെ റമദാനായിരിക്കാം. അടുത്ത വർഷം ഈ സമയം നമ്മൾ എവിടെയായിരിക്കുമെന്ന് ആർക്കറിയാം? അതുകൊണ്ട് ഈ 10 രാത്രികളിൽ നമ്മൾ കൂടുതൽ ഖുർആൻ ഓതണം, കൂടുതൽ തഹജ്ജുദ് നമസ്കരിക്കണം. ഏറ്റവും പ്രധാനമായി നമ്മുടെ ഹൃദയത്തെ അസൂയയിൽ നിന്നും വെറുപ്പിൽ നിന്നും ശുദ്ധീകരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാത്തിരുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കൂ. ആകാശലോകത്ത് വലിയൊരു ചലനം നടക്കുന്ന രാത്രി. അല്ലാഹുവിന്റെ മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മഹാനായ മലക്കിന്റെ നേതൃത്വത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങിവരുന്ന രാത്രി. ഖുർആൻ ആ രാത്രിയെ വിശേഷിപ്പിച്ചത് സലാമുൻ അഥവാ സമാധാനമെന്നാണ്. പ്രഭാതം വിരിയുന്നതുവരെ ആ രാത്രി സമാധാനത്തിൻ്റേതാണ്. ലൈലത്തുൽ ഖദർ എപ്പോഴാണ്? അത് നിശ്ചയിക്കപ്പെട്ട ഒരു തീയതിയിലാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, റമദാനിലെ അവസാന 10 ഒറ്റയിട്ട രാത്രികളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ തിരയുക. ബുഖാരി. എന്തിനാണ് അല്ലാഹു ഈ രാത്രിയെ ഒളിപ്പിച്ചുവെച്ചത്? നമ്മൾ 10 രാത്രികളും ഒരുപോലെ അധ്വാനിക്കാൻ വേണ്ടിയാണത്. ഒരു രാത്രി മാത്രം ഇബാദത്ത് ചെയ്ത് ബാക്കി 9 രാത്രികൾ ഉറങ്ങിക്കളയാനുള്ളതല്ല ഈ അവസരം. ഇത് അല്ലാഹുവിനോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ പരീക്ഷണമാണ്. ഒരു യഥാർത്ഥ പ്രേമി തന്റെ പ്രിയപ്പെട്ടവനെ കാണാൻ കാത്തിരിക്കുന്നതുപോലെ നമ്മൾ അല്ലാഹുവിന്റെ അനുഗ്രഹം തേടി ഈ 10 രാത്രികളും ഉണർന്നിരിക്കണം. ഖുർആനിലെ ഒരു മനോഹരമായ രംഗമോർത്തു നോക്കൂ. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംസാരിക്കാൻ തൂർ സിനാ പർവ്വതത്തിലേക്ക് പോയത്. അവിടെ അദ്ദേഹം 40 രാത്രികൾ ചിലവഴിച്ചു. ആ കാത്തിരിപ്പിന് ശേഷമാണ്
അല്ലാഹു അദ്ദേഹത്തിന് തൗറാത്ത് നൽകിയത്. അല്ലാഹുവിന്റെ സാമീപ്യം ലഭിക്കാൻ ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്. നമ്മുടെ ഈ 10 രാത്രികൾ അത്തരമൊരു കാത്തിരിപ്പാണ്. ചിലർ ചോദിക്കാറുണ്ട്, ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തവനാണ്, എനിക്ക് ഈ രാത്രിയിൽ എന്തു മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന്. അവരോടെനിക്ക് പറയാനുള്ളത് അല്ലാഹുവിന്റെ ഈ വചനമാണ്: ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്. സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ച എന്റെ ദാസന്മാരെ, അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. സൂറത്തു സുമർ 53. ലൈലത്തുൽ ഖദറിൽ അല്ലാഹു നമ്മുടെ വിധി എഴുതുന്നു. ഖദർ എന്നാൽ വിധി എന്നാണ് അർത്ഥം. വരാനിരിക്കുന്ന ഒരു വർഷം നിങ്ങൾക്ക് എന്തൊക്കെ ലഭിക്കണം, നിങ്ങളുടെ ആയുസ് എത്രയാണ്, നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയായിരിക്കണമെന്നൊക്കെ മലക്കുകൾക്ക് നിർദ്ദേശം നൽകപ്പെടുന്ന രാത്രിയാണിത്. ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ വിധി എഴുതപ്പെടുന്ന ആ നിമിഷത്തിൽ നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിധി എത്രമാത്രം മനോഹരമായിരിക്കും. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു വലിയ രാജാവ് തന്റെ പ്രജകൾക്ക് സമ്മാനങ്ങൾ നൽകാൻ ഒരു രാത്രി നിശ്ചയിക്കുന്നു. ആ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്നവനേക്കാൾ രാജാവിന്റെ കൊട്ടാരവാതിൽക്കൽ വന്ന് നിന്ന് ചോദിക്കുന്നവനായിരിക്കില്ലേ ഏറ്റവും വലിയ സമ്മാനം ലഭിക്കുക? പ്രപഞ്ചനാഥനായ അല്ലാഹു ഈ രാത്രിയിൽ ആകാശലോകത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, പാപമോചനം തേടുന്നവർ ആരെങ്കിലുമുണ്ടോ? ഞാൻ അവർക്ക് പുറത്തുകൊടുക്കാം. ചോദിക്കുന്നവർ ആരെങ്കിലുമുണ്ടോ? ഞാൻ അവർക്ക് നൽകാം. സഹോദരങ്ങളെ, ഈ രാത്രികളിൽ നിങ്ങൾ തളരരുത്. നിങ്ങളുടെ കാലുകൾക്ക് വേദനിക്കുന്നുണ്ടാകാം, കണ്ണുകൾക്ക് ഉറക്കം വരുന്നുണ്ടാകാം. പക്ഷെ ഓർക്കുക, ഇത് സ്വർഗ്ഗത്തിലേക്കുള്ള പാതയാണ്. സ്വർഗ്ഗം എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗ്ഗം പ്രയാസകരമായ കാര്യങ്ങൾ കൊണ്ട് പൊതിയപ്പെട്ടിരിക്കുന്നു. ഈ രാത്രിയിൽ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഓരോ അക്ഷരത്തിനും ലഭിക്കുന്ന പ്രതിഫലം 1000 മാസങ്ങളിലെ പ്രതിഫലത്തേക്കാൾ വലുതാണ്. നിങ്ങൾ നൽകുന്ന 1 രൂപയുടെ സദക്ക 1000 മാസങ്ങൾ തുടർച്ചയായി സദക്ക നൽകുന്നതിനേക്കാൾ പുണ്യമുള്ളതാണ്. ഇങ്ങനെയൊരു അവസരം നഷ്ടപ്പെടുത്തുന്നത് ബുദ്ധിയുള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ? നമുക്ക് ചുറ്റും ഒരുപാട് പേരിന്ന് ഖബറുകളിലുണ്ട്. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെയുണ്ടായിരുന്ന എത്രയോ പേരിന്ന് മണ്ണടിഞ്ഞുപോയി. അവരിന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും, ഒറ്റത്തവണ കൂടി സുജൂദ് ചെയ്യാൻ ഒരു രാത്രി കൂടി എനിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന്. അല്ലാഹു നമുക്ക് ആ ആയുസ് നൽകിയിട്ടുണ്ട്. ഈ രാത്രികൾ നമുക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ്. ഇത് നമ്മെ മാറ്റണം. ഈ റമദാൻ കഴിയുമ്പോൾ നമ്മൾ പഴയ മനുഷ്യരാകരുത്. നമ്മുടെ സ്വഭാവത്തിൽ, സംസാരത്തിൽ, അല്ലാഹുവിനോടുള്ള ബന്ധത്തിലൊരു മാറ്റം വരണം. നിങ്ങൾ ഈ രാത്രിയിൽ തനിയെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണി നോക്കൂ. അൽഹംദുലില്ലാഹ് എന്ന് ഹൃദയം തുറന്നു പറയൂ. എന്നിട്ട് നിങ്ങളുടെ കുറവുകളെ ഓർത്ത് ലജ്ജയോടെ കണ്ണുനീർ വാർക്കൂ. ആ ഒരു തുള്ളി കണ്ണുനീർ നരകത്തിലെ തീ അണയ്ക്കാൻ മതിയായതാണ്. പ്രിയപ്പെട്ടവരെ, ഈ അവസാന 10 രാത്രികളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ദുആ അഥവാ പ്രാർത്ഥനയാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട്, ഞാൻ എത്രയോ കാലമായി പ്രാർത്ഥിക്കുന്നു, പക്ഷെ എനിക്ക് ഉത്തരം ലഭിക്കുന്നില്ലല്ലോ എന്ന്. എന്നാൽ ഓർക്കുക, അല്ലാഹുവിന് നമ്മുടെ പ്രാർത്ഥനകളോട് 3 രീതിയിലുള്ള പ്രതികരണങ്ങളാണുള്ളത്. ഒന്നുകിൽ ചോദിച്ചത് ഉടനെ നൽകും, അല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തമമായ ഒന്ന് പകരമായി നൽകും, അതുമല്ലെങ്കിൽ അത് പരലോകത്തേക്ക് ഒരു നിധിയായി കരുതിവയ്ക്കും. ഖുർആനിലെ ഒരത്ഭുതം നോക്കൂ. സഖരിയ നബി അലൈഹിസലാം വാർദ്ധക്യം ബാധിച്ച് അസ്ഥികൾ ദുർബലമാവുകയും തലമുടി നരയ്ക്കുകയും ചെയ്ത അവസ്ഥ. ഭാര്യ വന്ധ്യയുമാണ്. ശാസ്ത്രീയമായി നോക്കിയാൽ ഒരു കുഞ്ഞ് ജനിക്കാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷെ അദ്ദേഹം തന്റെ റബ്ബിനെ വിളിച്ചു, റബ്ബി ലാ തദർനീ ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ. എന്റെ രക്ഷിതാവേ, നീ എന്നെ ഏകനായി വിടരുതേ, നീയാണല്ലോ അനന്തരാവകാശികളിൽ ഉത്തമൻ. സൂറ അൽ അൻബിയ 89. അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥന കേട്ട് അല്ലാഹു യഹ്യ എന്ന മകനെ നൽകി അനുഗ്രഹിച്ചു. അസാധ്യമായതിനെ സാധ്യമാക്കുന്നവനാണ് നമ്മുടെ അല്ലാഹു. നിങ്ങളുടെ ജീവിതത്തിലും അസാധ്യമെന്ന് നിങ്ങൾ കരുതുന്ന പല കാര്യങ്ങളുമുണ്ടാകാം. ഡോക്ടർമാർ കൈവിട്ട രോഗമാകാം, തീരില്ലെന്ന് കരുതിയ കടബാധ്യതയാകാം. ഈ 10 രാത്രികളിൽ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രാർത്ഥനയില്ലാതെ മറ്റൊന്നിനും വിധിയെ തടുക്കാൻ കഴിയില്ല എന്ന്. ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ വിധിയിൽ ഒരു വിഷമം എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന കൊണ്ട് അത് മാറ്റിമറിക്കാൻ അല്ലാഹുവിന് കഴിയും. ലൈലത്തുൽ ഖദർ പോലുള്ള മഹത്തായ രാത്രികളിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് വല്ലാത്തൊരു ഊർജ്ജമുണ്ട്. മറ്റൊരു പ്രവാചകനെ നോക്കൂ, അയ്യൂബ് നബി അലൈഹിസലാം. വർഷങ്ങളോളം മാരകമായ രോഗം ബാധിച്ച് മക്കളും സമ്പത്തും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട അവസ്ഥ. പക്ഷെ അദ്ദേഹം അല്ലാഹുവിനെ പഴിചാരിയില്ല. പകരം അദ്ദേഹം പ്രാർത്ഥിച്ചു, അന്നീ മസ്സനിയ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. എനിക്ക് കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു, നീ കരുണാനിധികളിൽ വെച്ച് ഏറ്റവും വലിയ കരുണാനിധിയാണല്ലോ. സൂറ അൽ അൻബിയ 83.
അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥന കേട്ട് അല്ലാഹു അദ്ദേഹത്തിന് ആരോഗ്യവും സമ്പത്തും മക്കളും തിരിച്ചു നൽകി. സഹോദരങ്ങളെ, നമ്മുടെ വിഷമങ്ങൾ അയ്യൂബ് നബിയുടേതിനേക്കാൾ വലുതാണോ? സക്കരിയ നബിയുടേതിനേക്കാൾ കഠിനമാണോ? അല്ല. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ നിരാശരാകണം? ഈ 10 രാത്രികളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അല്ലാഹു എനിക്ക് ഉത്തരം നൽകും എന്ന പൂർണ്ണമായ ബോധ്യത്തോടെ ചോദിക്കുക. ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുക. ചുണ്ടുകൾ മാത്രം ചലിച്ചാൽ പോരാ, ഹൃദയം അല്ലാഹുവിലേക്ക് തിരിയണം. മറ്റുള്ളവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ നിങ്ങളുടെ സഹോദരനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലാഹുവേ, ഇയാൾക്ക് നീ നൽകുന്നതുപോലെ എനിക്കും നൽകണമേ എന്നവർ പറയും. നമ്മുടെ ഈ കാലഘട്ടത്തിലെ തിരക്കുകൾക്കിടയിൽ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ഓഫീസിലെ തിരക്ക്, വീട്ടിലെ കാരുണ്യൻ. പക്ഷേ ഈ 10 രാത്രികളിൽ അല്പം സമയം നിങ്ങൾ മാറ്റിവെച്ചേ തീരൂ. രാത്രിയുടെ അവസാന യാമങ്ങളിൽ അഥവാ തഹജ്ജുദ് സമയം എല്ലാവരും ഉറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കൂ. അല്ലാഹു ദുനിയാവിന്റെ ആകാശത്തേക്ക് ഇറങ്ങിവരുന്ന സമയമാണത്. ആ സമയത്ത് നിങ്ങൾ ചോദിക്കുന്ന ഒന്നിനും അല്ലാഹു മറുപടി നൽകാതിരിക്കില്ല. ഓർക്കുക, ഈ രാത്രികളിൽ നമ്മൾ ചോദിക്കേണ്ടത് വെറും ദുനിയാവിലെ കാര്യങ്ങൾ മാത്രമല്ല. റബ്ബേ, എനിക്ക് സ്വർഗ്ഗത്തിലൊരിടം നൽകണേ, നരകത്തിൽ നിന്നെന്നെ കാക്കണേ, എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ എന്നുകൂടി കരഞ്ഞു പ്രാർത്ഥിക്കണം. നമ്മുടെ കണ്ണുനീരിന് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ വിലയുണ്ട്. ഒരു തുള്ളി കണ്ണുനീർ കൊണ്ട് ലക്ഷക്കണക്കിന് പാപങ്ങൾ കഴുകിക്കളയാൻ അല്ലാഹുവിന് സാധിക്കും. ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗത്ത് നമ്മൾ എങ്ങനെ ഈ 10 രാത്രികളിൽ ഇബാദത്തുകൾ പ്ലാൻ ചെയ്യണം എന്നതിനെക്കുറിച്ചും ഖുർആനുമായുള്ള ബന്ധത്തെക്കുറിച്ചും സംസാരിക്കാം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ ആവേശത്തോടെ ഈ 10 രാത്രികളിലേക്ക് പ്രവേശിക്കും. പക്ഷേ കൃത്യമായൊരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും സമയം വെറുതെ കളയാറുണ്ട്. ഈ 10 രാത്രികൾ വെറും ഉറക്കമൊഴിക്കലല്ല, മറിച്ച് അത് അല്ലാഹുവുമായുള്ള ഒരു അപ്പോയിന്റ്മെന്റാണ്. നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന മാറ്റത്തിന്റെ താക്കോൽ ഖുർആനിലാണ്. റമളാൻ എന്നത് ഖുർആനിന്റെ മാസമാണ്. അല്ലാഹു പറയുന്നു, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ട് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമളാൻ. സൂറ അൽ-ബഖറ 185. ഈ അവസാന 10 രാത്രികളിൽ ഖുർആൻ ഓതുന്നത് വെറുമൊരു പാരായണമല്ല, അത് അല്ലാഹു നമ്മോട് സംസാരിക്കുന്നതാണ്. നിങ്ങൾ ഖുർആൻ തുറക്കുമ്പോൾ ഓർക്കുക, പ്രപഞ്ചനാഥൻ നിങ്ങളോട് നേരിട്ട് സംവദിക്കുകയാണ്. ഓരോ വചനവും ആയത്ത് ചിന്തിച്ചു വായിക്കൂ. നമുക്കൊരു ചെറിയ കർമ്മ പദ്ധതി, ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാം. നിർബന്ധ കർമ്മങ്ങളിൽ വിട്ടുവീഴ്ചയരുത്. ഇശാ നമസ്കാരവും സുബിഹി നമസ്കാരവും ജമാഅത്തായി നിർവഹിക്കാൻ പരമാവധി ശ്രമിക്കുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ അവൻ രാത്രിയുടെ പകുതി ഭാഗം നമസ്കരിച്ചവനെ പോലെയാണ്. സുബിഹി കൂടി ജമാഅത്തായി നിർവഹിച്ചാൽ അവൻ രാത്രി മുഴുവൻ നമസ്കരിച്ചവനെ പോലെയാണ്. തറാവീഹും തഹജ്ജുദും ദീർഘമായി നമസ്കരിക്കാൻ ശ്രമിക്കുക. അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ കാലുകൾക്ക് വേദനിച്ചാൽ ഓർക്കുക, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ദീർഘനേരം നിന്ന് നമസ്കരിക്കുന്നത് കാരണം അവിടുത്തെ പാദങ്ങൾ വീർത്തുപോകുമായിരുന്നു എന്ന്. ഖുർആൻ പാരായണം. ഈ 10 രാത്രികളിൽ കുറഞ്ഞത് ഒരു ഹത്മെങ്കിലും ലക്ഷ്യം വയ്ക്കുക. അതിന് സാധിക്കാത്തവർ അർത്ഥമറിഞ്ഞ് കുറച്ചു ഭാഗമെങ്കിലും ഓതുക. ദിക്റുകൾ. നാവുകൾ എപ്പോഴും അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കട്ടെ. വിശേഷിച്ചും അല്ലാഹുമ്മ ഇന്നക അഫുവുൻ എന്ന പ്രാർത്ഥന ആയിരക്കണക്കിന് തവണ ഉരുവിടുക. നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ റമളാനിന്റെ അവസാന 10 മറ്റെല്ലാ വിജ്ഞാന സദസ്സുകളും ഒഴിവാക്കി ഖുർആനിലേക്ക് മാത്രം മടങ്ങിയായിരുന്നു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹത്തുക്കൾ ഹദീസ് പഠിപ്പിക്കുന്നതുപോലും നിർത്തിവെച്ച് ഖുർആൻ പാരായണത്തിൽ മുഴുകുമായിരുന്നു. കാരണം ഈ സമയം അത്രമേൽ വിലപ്പെട്ടതാണ്. നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴോ ജോലിസ്ഥലത്തോ ആയിരിക്കുമ്പോൾ പോലും അല്ലാഹുവിനെ ഓർക്കാൻ പ്രയാസമില്ല. സഹോദരങ്ങളെ, ഒരു കഥ ഓർമ്മ വരുന്നു. ഒരൊറ്റ സുജൂദുകൊണ്ട് സ്വർഗമുറപ്പിച്ചവരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? ഈ 10 രാത്രികളിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു സുജൂദ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അവിടെ വിജയിച്ചു. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഈ ദിവസങ്ങളിൽ പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കൂ. നിങ്ങളുടെ വാട്സാപ്പ് സ്റ്റാറ്റസുകളോ ഫേസ്ബുക്ക് പോസ്റ്റുകളോ അല്ല നിങ്ങളുടെ ഖബറിൽ കൂട്ടുണ്ടാകുക. മറിച്ച് ഈ രാത്രികളിൽ നിങ്ങൾ രഹസ്യമായി ഒഴുക്കിയ കണ്ണീരും അല്ലാഹുവിനോട് ചോദിച്ച മാപ്പുമാണ് നിങ്ങളെ രക്ഷിക്കുക. മറ്റൊരു പ്രധാന കാര്യം സദക്ക അഥവാ ദാനമാണ്. ഈ 10 രാത്രികളിൽ ഓരോ രാത്രിയും ഒരു ചെറിയ തുകയെങ്കിലും ദാനം ചെയ്യുക. അത് ലൈലത്തുൽ ഖദറിലാണെങ്കിൽ നിങ്ങൾ 83 വർഷം തുടർച്ചയായി ദാനം ചെയ്ത പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. വിശക്കുന്നവന്റെ വയറ് നിറയ്ക്കുന്നത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്.
നമ്മുടെ ഈ യാത്ര അവസാനിക്കാറായി. ഈ 10 രാത്രികൾ നമ്മെ പഠിപ്പിക്കുന്നത് ക്ഷമയാണ്, അച്ചടക്കമാണ്, സ്നേഹമാണ്. നമ്മുടെ കുടുംബാംഗങ്ങളോട് കാരുണ്യത്തോടെ പെരുമാറുക, മാതാപിതാക്കളുടെ കൈകൾ ചുംബിക്കുക, അവരോട് ദുആ ചെയ്യാൻ പറയുക. അവരുടെ പ്രാർത്ഥനകൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്. ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്തത് അവസാനത്തെ ബാച്ചാണ്. അതിൽ നമ്മൾ ഈ സംസാരം ഉപസംഹരിക്കുകയും ഒരു പുതിയ മനുഷ്യനായി എങ്ങനെ റമളാനിന് ശേഷം ജീവിക്കാം എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റമദാനിന്റെ അവസാനത്തെ 10 രാത്രികൾ കഴിയുമ്പോഴേക്കും നമ്മുടെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുത്തിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ണീരോടെയും പ്രാർത്ഥനയോടെയും നമ്മൾ ചിലവഴിച്ച ആ നിമിഷങ്ങൾ വെറുതെയാകില്ല. എന്നാൽ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. റമദാൻ കഴിയുമ്പോൾ നമ്മൾ പഴയപടിയാകുമോ? റമദാനിലെ ഈ അവസാന 10 ദിവസങ്ങൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം മാറ്റമാണ്. 10 ദിവസത്തെ കഠിനമായ ഇബാദത്തുകൾ കൊണ്ട് നമ്മൾ കെട്ടിപ്പടുത്ത ഈ ആത്മീയ കോട്ട പെരുന്നാൾ പ്രഭാതത്തോടെ തകർന്നുപോകരുത്. ലൈലത്തുൽ ഖദ്ർ ലഭിച്ച ഒരാളുടെ അടയാളം എന്താണെന്നറിയാമോ? ആ രാത്രിക്ക് ശേഷം അയാളുടെ ജീവിതം നന്മയിലേക്ക് മാറുന്നു എന്നതാണ്. ഖുർആനിലെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കഥ നമുക്ക് വലിയൊരു പാഠമാണ്. ജയിലിലെ ഇരുട്ടറയിൽ കഴിഞ്ഞപ്പോഴും പിന്നീട് ഈജിപ്തിന്റെ ഭരണാധികാരിയായപ്പോഴും അദ്ദേഹം അല്ലാഹുവിനെ മറന്നില്ല. പരീക്ഷണങ്ങളുടെ സമയത്തും സന്തോഷത്തിന്റെ സമയത്തും അദ്ദേഹം ഒരേപോലെ അല്ലാഹുവിനോട് ചേർന്നു നിന്നു. ഇന്ന റബ്ബി ലതീഫുല്ലിമാ യശാഉ. തീർച്ചയായും എന്റെ രക്ഷിതാവ് താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്നവനാണ്. സൂറത്ത് യൂസുഫ് 100. നമ്മുടെ ജീവിതവും ഇതുപോലെയായിരിക്കണം. റമദാൻ അവസാനിച്ചാലും പള്ളികൾ വിജനമാകരുത്. നമ്മുടെ ഖുർആനുകൾ പൊടിപിടിച്ചു കിടക്കരുത്. ഈ 10 രാത്രികളിൽ നമ്മൾ ശീലിച്ച തഹജ്ജുദും ദിക്റുകളും ദാനധർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം. സഹോദരങ്ങളെ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നവരായിരിക്കാം. ഈ 10 രാത്രികളിൽ നിങ്ങൾ അല്ലാഹുവിനോട് കരഞ്ഞു ചോദിച്ച കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ പോകുകയാണ്. അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. അവൻ തന്റെ ദാസന്മാരെ കൈവിടില്ല. ഈ റമദാൻ നമുക്ക് നൽകുന്ന അവസാനത്തെ സന്ദേശം ഇതാണ്: അല്ലാഹുവിലേക്ക് മടങ്ങാൻ ഒരിക്കലും വൈകിയിട്ടില്ല. നിങ്ങൾ എത്ര വലിയ പാപിയാണെങ്കിലും എത്രയധികം തെറ്റുകൾ ചെയ്തവരാണെങ്കിലും അല്ലാഹുവിന്റെ റഹ്മത്ത് വിശാലമാണ്. ഈ 10 രാത്രികളിൽ നിങ്ങൾ നേടിയെടുത്ത ആ വിശുദ്ധി ഇനി വരുന്ന 12 മാസങ്ങളിലും കാത്തുസൂക്ഷിക്കുക. പെരുന്നാൾ ദിനം ആഘോഷിക്കുമ്പോൾ പുതിയ വസ്ത്രങ്ങളേക്കാൾ കൂടുതൽ തിളക്കം നിങ്ങളുടെ ഹൃദയങ്ങൾക്കുണ്ടാകട്ടെ. നരകത്തിൽ നിന്ന് മോചനം ലഭിച്ചവരുടെയും അല്ലാഹുവിന്റെ പ്രീതി നേടിയവരുടെയും കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ 10 രാത്രികൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിന്റെ തുടക്കമാകട്ടെ. അലസത വെടിയുക, ഉറക്കം കുറയ്ക്കുക, പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. ഈ അവസാന നിമിഷങ്ങളിൽ അല്ലാഹു നമുക്കേവർക്കും ലൈലത്തുൽ ഖദ്ർ എന്ന മഹത്തായ അനുഗ്രഹം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സന്ദേശം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉപകാരപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുക. അല്ലാഹു നമ്മുടെ നോമ്പും നിസ്കാരവും പ്രാർത്ഥനകളും സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.